കുറ്റങ്ങൾക്കും നരകത്തിനും വേണ്ടി മാത്രമേ അത് ഉപയോഗപ്പെടുകയുള്ളൂ. വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമാണ് അത് നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിക്കാൻ കഴിയുക. പണമല്ലെങ്കിൽ പിന്നെ അതെന്താണ്? ഒരു വിശുദ്ധന്റെ 3 ശിഷ്യന്മാർ. ഓഹോ, അങ്ങ് സ്നാപയോഹന്നാന്റെ അടുത്ത് പോയിരുന്നു. അതെന്തിന്? എന്തിനെന്നോ? നിങ്ങൾ എപ്പോഴും എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. എന്നാലും നിങ്ങൾക്കെല്ലാവർക്കും കൂടി ആ പ്രവാചകന്റെ ഒരു കൈവിരലിലെ നഖത്തിന്റെ വില പോലുമില്ല. രക്തസാക്ഷിത്വത്തെ അഭിമുഖീകരിക്കുന്ന ഇസ്രായേൽക്കാരനായ ഒരു വിശുദ്ധനെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് ദൈവത്തിന്റെ അനുഗ്രഹം എത്തിച്ചു കൊടുത്തത് ശരിയായില്ലെന്നോ? എങ്കിലും ഒരു സംശയം. അദ്ദേഹം പരിശുദ്ധനാണെങ്കിൽ അദ്ദേഹത്തെ ശക്തിപ്പെടുത്തുന്നതിന് അദ്ദേഹത്തിന് സ്വയം ശക്തി പ്രാപിക്കാൻ കഴിയുകയില്ലേ? എന്റെ വിശുദ്ധന്മാരെ ഞാൻ